ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TDS കുറിച്ചാണ്. എന്താണ് TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ സെക്ഷൻ 51-ലാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TDS കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ് സെക്ഷൻ 51-ൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം. The tax at a source is required to be deducted by the recipient. അതായത് ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത് റെസിപ്പിയന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TDSന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നതും ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നതും റെസിപ്പിയന്റ് ആണ്. എന്നാൽ നോർമൽ സിറ്റുവേഷൻസിൽ നമുക്കറിയാം ഒരു സപ്ലയർ റെസിപ്പിയന്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ടിന്റെ ഗുഡ്സ് ആണോ സപ്ലൈ ചെയ്തത് ആ എമൗണ്ട് പ്ലസ് GSTയുടെ എമൗണ്ട് റെസിപ്പിയന്റ് സപ്ലയർക്ക് കൈമാറും. റിസീവ് ചെയ്ത എമൗണ്ടിൽ GSTയുടെ എമൗണ്ട് അല്ലെങ്കിൽ ടാക്സിന്റെ പോർഷൻ സപ്ലയർ ആണ് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നോർമൽ സിറ്റുവേഷൻസിൽ സപ്ലയർ ആണ് ടാക്സിന്റെ എമൗണ്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. എന്നാൽ TDSന്റെ കേസിൽ ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നതും ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നതും റെസിപ്പിയന്റ് ആണ്. നമ്മൾ പറഞ്ഞു നോർമൽ സിറ്റുവേഷൻസിൽ ഒരു സപ്ലയർ റെസിപ്പിയന്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്പിയന്റ് റിസീവ് ചെയ്ത ഗുഡ്സിന്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് പ്ലസ് GST അല്ലെങ്കിൽ ടാക്സിന്റെ എമൗണ്ട് സപ്ലയർക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് സപ്ലയർ ആണ് ഗവൺമെന്റിലേക്ക് ടാക്സിന്റെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ TDSന്റെ കേസിൽ റെസിപ്പിയന്റ് റിസീവ് ചെയ്ത ഗുഡ്സിന്റെ എമൗണ്ട് മാത്രമേ സപ്ലയർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ടാക്സിന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് എത്ര എമൗണ്ടിന്റെ ഗുഡ്സ് ആണോ റിസീവ് ചെയ്തത് ആ എമൗണ്ട് മാത്രമേ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. സോഴ്സിൽ തന്നെ ടാക്സിന്റെ എമൗണ്ട് അല്ലെങ്കിൽ GSTയുടെ എമൗണ്ട് ഡിഡക്ട് ചെയ്യുകയാണ്. പകരം എമൗണ്ട് മാത്രമാണ് സപ്ലയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദ സപ്ലയർ ഇസ് നോട്ട് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ഓഫ് ടാക്സ്. കാരണം സപ്ലയർ ഇവിടെ ടാക്സിന്റെ എമൗണ്ട് ഒന്നും റിസീവ് ചെയ്യുന്നില്ല. പകരം TDSന്റെ കേസിൽ ടാക്സിന്റെ എമൗണ്ട് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് റെസിപ്പിയന്റ് ആണ്. എന്താണ് TDS എന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ റെസിപ്പിയൻസ് ആണ് ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഹു ആർ ലയബിൾ ടു ഡിഡക്ട് TDS. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റിസീവ് ചെയ്യുന്ന എല്ലാ റെസിപ്പിയൻസും ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഏതൊക്കെ റെസിപ്പിയൻസ് ആണ് ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യത്തേത് എ ഡിപ്പാർട്ട്മെന്റ് ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, ഗവൺമെന്റൽ ഏജൻസീസ്, and finally persons or category of persons as may be notified by the government on the recommendations of the council. അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഗവൺമെന്റൽ ഏജൻസീസോ മറ്റേതെങ്കിലും ലോക്കൽ അതോറിറ്റീസോ അതോടൊപ്പം തന്നെ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻസിനെ ബേസ് ചെയ്ത് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന ആൾക്കാരും മാത്രമാണ് ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഈ 4 റെസിപ്പിയൻസ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ടാക്സിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്തിരിക്കണം. TDSയുമായി റിലേറ്റ് ചെയ്യുന്ന 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി എത്ര പെർസെന്റേജ് ആണ് TDS ആയിട്ട് ഡിഡക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. TDS ഈസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 2%. അതായത് റെസിപ്പിയന്റ് ടാക്സിന്റെ 2% മാത്രം TDS ആയിട്ട് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. ഇനി എപ്പോഴാണ് TDS ഡിഡക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ദാറ്റ് ഈസ് TDS ഹാസ് ടു ബി ഡിഡക്റ്റഡ് വെൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ ആൻ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് എക്സീഡ്സ് ₹2,50,000. നമ്മൾ പറഞ്ഞു സപ്ലയർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റെസിപ്പിയന്റ് 2% ടാക്സ് ഡിഡക്ട് ചെയ്ത്
ബാക്കി എമൗണ്ട് മാത്രമേ സപ്ലയർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് 2,50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ TDS ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. TDSുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. No deduction of tax is required when the location of the supplier and place of supply is different from the state of registration of the recipient. അതായത് സപ്ലയറും റെസിപ്പിയന്റും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലാണെങ്കിൽ, അതായത് ഡിഫറെന്റ് സ്റ്റേറ്റ്സിലാണെങ്കിൽ TDS ആപ്ലിക്കബിൾ ആകുന്നതല്ല. TDSുമായി റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. അതായത് TDS ആയിട്ട് ഡിഡക്ട് ചെയ്യേണ്ടത് 2%. 2,50,000 രൂപയിൽ കൂടുതൽ വാല്യൂ വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്ന കേസിൽ മാത്രമേ TDS ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. അതേപോലെ തന്നെ സപ്ലയറും റെസിപ്പിയന്റും ഡിഫറെന്റ് സ്റ്റേറ്റ്സിലാണെങ്കിൽ TDS ആപ്ലിക്കബിൾ ആകുന്നതല്ല. ഇനി TDSുമായി റിലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത്, TDS ഡിഡക്ട് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള റെസിപ്പിയൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായി റിലേറ്റ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 40 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ GSTയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിർബന്ധമായും GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ TDSന്റെ കേസിൽ ഇങ്ങനൊരു ടേൺ ഓവർ ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. TDS ഡിഡക്ട് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള എല്ലാ റെസിപ്പിയൻസും നിർബന്ധമായും അല്ലെങ്കിൽ മാൻഡേറ്ററി ആയി GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ഡിഡക്ട് ചെയ്യുന്ന TDSന്റെ എമൗണ്ട് അല്ലെങ്കിൽ ടാക്സിന്റെ എമൗണ്ട് തൊട്ടടുത്ത മാസം 10-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അതായത് മാർച്ച് മാസം ഡിഡക്ട് ചെയ്യുന്ന TDSന്റെ എമൗണ്ട് ഏപ്രിൽ 10-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഗവൺമെന്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. റെസിപ്പിയന്റ് TDSന്റെ എമൗണ്ട് ഗവൺമെന്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഡിഡക്ടർ, അതായത് റെസിപ്പിയന്റ് ആണ് TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റിൽ TDSന്റെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ തന്നെ TDSന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. 5 ദിവസത്തിനുള്ളിൽ TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ റെസിപ്പിയന്റ്, അതായത് ഡിഡക്ടർ, ഒരു ലേറ്റ് ഫീ ഫൈൻ ആയിട്ട് അടയ്ക്കേണ്ടി വരും. അതായത് TDS സർട്ടിഫിക്കറ്റ് വിത്തിൻ 5 ഡേയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ദിവസത്തിനും 100 രൂപ വെച്ച് ലേറ്റ് ഫീ അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. മാക്സിമം എമൗണ്ട് 5,000 rupees ആണ്. ദാറ്റ് ഈസ് ലേറ്റ് ഫീ വുഡ് നോട്ട് ബി മോർ ദാൻ ₹5,000. എന്താണ് TDS എന്നും TDSുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.